വൈകുന്നേരം ചായയുടെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ 10 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണിത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടും സ്പെഷ്യലായിട്ടുമുള്ള ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഈ ബോണ്ട നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ റെസിപ്പി കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ താഴെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ റെസിപ്പിയുടെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിപ്പോൾ 3 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. മീഡിയം വലിപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങാണ്. ഇത് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കണം. കുക്കറിലിട്ടിട്ട് പുഴുങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പുഴുങ്ങിയെടുക്കാം. അല്ല, ഓവനിൽ വെച്ചിട്ട് പുഴുങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പുഴുങ്ങിയെടുക്കാം. നല്ലപോലെ സോഫ്റ്റായിട്ട് വെന്ത് കിട്ടണം, അത്രയേ ഉള്ളൂ. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഓവനിൽ വെച്ചിട്ടാണ് കേട്ടോ പുഴുങ്ങിയെടുത്തേക്കുന്നത്. അതുപോലെ നല്ലപോലെ തൊലിയെല്ലാം പോകാൻ പാകത്തിന് നല്ലപോലെ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെ സ്കിന്നിങ്ങനെ റിമൂവ് ചെയ്ത് കളയണം. അപ്പോൾ ഇത് ശരിക്കും ചൂടാറി കഴിഞ്ഞിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഇവിടെ നീക്കി വയ്ക്കാം. അപ്പോൾ ഇനി ഇതിലേക്കുള്ള ഒരു മസാലക്കൂട്ട് തയ്യാറാക്കി എടുക്കണം കേട്ടോ. ഉരുളക്കിഴങ്ങ് നമുക്ക് ശരിക്കും നല്ലപോലെ തണുത്ത് കഴിഞ്ഞിട്ട് വേണം അതിൻ്റെ തൊലി കളഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ മസാലക്കൂട്ട് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ശരിക്കും ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം ഒരു നുള്ളു കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഓപ്ഷണലാണ്, വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. കടുക് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം അതിലേക്ക് അതുപോലെ തന്നെ അളവിൽ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജീരകവും ശരിക്കും പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം അതിലേക്ക് 2 മീഡിയം വലുപ്പത്തിലുള്ള സവാള ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്താണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ സവാള ഉള്ളി ശരിക്കും ഒന്ന് വഴറ്റി കൊടുക്കണം. സവാള ഉള്ളി ശരിക്കും വഴന്ന് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് ചെറിയ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ശരിക്കും ഒന്ന് വഴറ്റി കൊടുക്കുക. വെള്ളം ഒഴിച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ശരിക്കൊന്നും ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതിങ്ങനെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് സമയം ഒരു 4-5 മിനിറ്റ് ഇങ്ങനെ വഴറ്റി കൊടുത്തുകൊണ്ടേയിരിക്കണം. ശരിക്കൊന്ന് വാടി കിട്ടാനായിട്ട് ഇതൊന്ന് കുറച്ച് സമയം ഒന്ന് അടച്ചു വയ്ക്കാം. കുറച്ച് സമയം അടച്ചു വെച്ച് കഴിയുമ്പം ചെറിയ ചൂടിൽ ഇതൊന്ന് അടച്ചു വെച്ച് കഴിയുമ്പം ഇതുപോലെ ഇങ്ങനെ വെന്ത് കിട്ടും. ഈ വെന്തിരിക്കുന്ന സവാളയിലേക്ക് 4-5 പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുക. പച്ചമുളകും കൂടിയും പച്ചമണം പോകുന്നവരേക്ക് ശരിക്കൊന്ന് ഉള്ളിയുടെ കൂടെ ഇട്ടിട്ട് ശരിക്കൊന്ന് വഴറ്റി കൊടുക്കണം. പച്ചമുളകും ഉള്ളിയും ശരിക്കും ഒന്ന് വഴന്ന് വരാനായിട്ട് കുറച്ച് സമയം കൂടിയും ഇതുപോലെ ഒന്ന് അടച്ചു വെക്കണം കേട്ടോ. അതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പില ഇതുപോലെ തന്നെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ഒരു നുള്ള് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ചേർത്തിരിക്കുന്നതായതുകൊണ്ട് തന്നെ മുളക് പൊടി അതിനനുസരിച്ചിട്ട് ചെറിയ അളവിലാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പച്ചമണം പോകുന്നവരേക്ക് പൊടികളുടെ എല്ലാം പച്ചമണം പോകുന്നവരേക്ക് ശരിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പൊടികളുടെ പച്ചമണം പോയി കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ശരിക്കൊന്ന് ഉടച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇത് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതെല്ലാം ശരിക്കൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുക്കണം കേട്ടോ. ഉരുളക്കിഴങ്ങും സവാളയും ആ പൊടികളും എല്ലാം ശരിക്ക് നല്ലപോലെ ഒന്ന് യോജിപ്പായി കിട്ടണം. ഈ സമയത്ത് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതും കൂടെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/2 സ്പൂൺ ഗരം മസാല കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് ഇതെല്ലാം യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് ചൂടാറാനായിട്ട് ഇതൊന്ന് മാറ്റി വെച്ച് കൊടുക്കുക. ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം നമുക്കിത് ശരിക്കും ഒന്ന് കുഴച്ച് ഉരുട്ടി മാറ്റിയെടുക്കാനായിട്ട്. ശരിക്കും നല്ലപോലെ ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം ഒന്ന് കൈ വെച്ചിട്ട് ഇതൊന്ന് കുഴച്ചുരുട്ടിയെടുക്കണം. അപ്പം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് ചൂടാറാനായിട്ട് മാറ്റി വെച്ച് കൊടുക്കണം. ഇത് ചൂടാറാനായിട്ട് വയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കണം കേട്ടോ. ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് ഞാൻ 1 കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് കടലപ്പൊടിയുടെ കൂടെ തന്നെ ആ സെയിം കപ്പിൽ ഒരു 1/4 കപ്പ് അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുളക് പൊടിയും അരിവിന് ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂൺ കായത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിക്കുള്ളൊരു ബാറ്ററായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇഡ്ഡലി ബാറ്ററിനേക്കാളും കുറച്ചും കൂടെയും കട്ടിയിൽ ഇരിക്കുന്ന ഒരു ബാറ്ററായിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. വെള്ളം ഒട്ടും കൂടിപ്പോകാൻ പാടില്ല. ബാറ്റർ ഒട്ടും ലൂസാവരുത്. ലൂസായാൽ നമ്മൾക്കിത് വറുത്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ടിക്കുള്ള നല്ല ബാറ്ററായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതായത് ഇതുപോലെ ഇങ്ങനെ ഇത്രയും കട്ടിയിലിരിക്കണം ബാറ്റർ. അപ്പോൾ അതിന് ശേഷം നമുക്കിത് ഈ കൂട്ടിൻ്റെ ചൂട് ശരിക്കും ആറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കൂട്ടിൽ നിന്ന്
നമുക്ക് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. ശരിക്കും നല്ലപോലെ ഒന്ന് കുഴച്ച്, എന്തെങ്കിലും കട്ടയില്ലാണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും ഒന്ന് കുഴച്ച് എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ചെറിയ ബോൾസ് നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ടുള്ള വലിപ്പത്തിൽ ചെറിയ ചെറിയ ബോൾസ് ആക്കിയാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലാണ് കേട്ടോ ഇതെല്ലാം ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ ഉരുട്ടിയെടുക്കുന്നത് മാറ്റി മാറ്റി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഉരുട്ടിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കാണിച്ചു തരാം. അപ്പോൾ ചെറുതായി ഉരുട്ടിയെടുത്തിരിക്കുന്ന ബോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കടലമാവിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇവിടെ എണ്ണ ചൂടാവാനായിട്ടൊരു പാനിൽ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് വെറുതെ പതുക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനാണ് ഞാൻ പറഞ്ഞത്, ശരിക്കും കവർ ചെയ്തിരിക്കണം എന്നുണ്ടെങ്കിൽ ശരിക്കും നല്ലപോലെ കട്ടിക്ക് മാവ് കലക്കിയാൽ മാത്രമേ ഇത് കവർ ചെയ്തിരിക്കുകയുള്ളൂ. അപ്പോൾ അത് ചെറുതായിട്ട് മേലെ എല്ലാം എണ്ണ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ശരിക്കും എല്ലാ സൈഡും ഒരുപോലെ ഇങ്ങനെ മൊരിച്ച് നല്ലപോലെ ഒന്ന് വറുത്ത് കോരി എടുക്കണം. മാവ് മിക്സ് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല കട്ടിക്ക് മാവിരുന്നാൽ മാത്രമേ കവറിങ് ഇതുപോലെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ശരിക്കും കട്ടിക്ക് മാവ് മിക്സ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടെയും ഇതുപോലെ നമുക്കിങ്ങനെ വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റെസിപ്പി. നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ചൂട് ചായയുടെ കൂടെ എല്ലാം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും എന്നും പറയുന്ന പോലെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ടുള്ള വേറൊരു പലഹാരമോ അല്ലെങ്കിൽ എന്തെങ്കിലും കറിയുടെ റെസിപ്പിയോ ഒക്കെ ആയിട്ട് ഉടനെ കാണുന്നവരേക്കും താങ്ക്